ചിറ്റൂർ തത്തമംഗലം നഗരസഭ 2026-27 വാർഷിക പദ്ധതി രൂപീകരണം വികസന സെമിനാർ സംഘടിപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതി 5ാം വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. മുൻ MLA കെ അച്യുതൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സുമേഷ് അച്യുതൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ബി കൃഷ്ണലീല സെമിനാറിനെക്കുറിച്ച് വിശദീകരണം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുഹമ്മദ് ആഷിഖ്, കെ ഷീബ, ആർ ബാബു, MG ജയന്തി, കൗൺസിലർമാരായ ശശികുമാർ, ജെയിൻ ഹിലാരിയോസ്, സെക്രട്ടറി MS ശ്രീരാഗ് എന്നിവർ പ്രസംഗിച്ചു. കാലവർഷം കഴിഞ്ഞാലും ഈ വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെ ഈ വെള്ളം ഇവിടെ നിലനിർത്തി കൃഷിക്കാർക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ള രൂപത്തിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡുകളെല്ലാം എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, നൂതന സാങ്കേതിക വിദ്യ ഉദ്ദേശിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ചർച്ചകൾ നമുക്ക് ചെയ്യണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലായ്മയാണ്. യുവാക്കൾക്കിവിടെ തൊഴിലില്ല. പഠിച്ച് കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ എല്ലാവരും പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണല്ലോ. എന്തുകൊണ്ട് പുറത്തേക്കാണ്? എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരാണ്. പക്ഷേ ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് ഉണ്ട്. ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു ഇൻഡസ്ട്രിയിൽ ആവശ്യം അതിനുള്ള സ്കില്ല് നമ്മളെ കുട്ടികളിൽ ഇല്ല. അത് ഫീൽ ചെയ്യണമെങ്കിൽ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളെ ചുറ്റും നടത്തുന്ന നഗരസഭയിൽ തന്നെ സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. ആ വിഷയത്തിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അതല്ലാതെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാം, അത് എങ്ങനെ അത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എത്തിക്കാം എന്നുള്ള ആലോചിക്കണം. എന്താ വെച്ചാൽ ഗവൺമെൻറ് ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 4% മാത്രമാണ്. 4% ആണ് ഗവൺമെൻറ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. PSC വഴിയാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആണെങ്കിലും. ബാക്കി 96% പ്രൈവറ്റ് സെക്ടേഴ്സിനാണുള്ളത്. അപ്പോൾ ഈ 96% കുട്ടികൾക്കും ജോലി വേണം. UTV ന്യൂസ്, പാലക്കാട്.